H-1B വിസയ്ക്ക് അപേക്ഷാ ഫീസ് കുത്തനെ കൂട്ടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അപേക്ഷാ ഫീസ് $1 ലക്ഷം ആക്കി ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ നീക്കം. കുടിയേറ്റം തടയുന്നതിനുള്ള നീക്കമെന്നാണ് ട്രംപിന്റെ വിശദീകരണം. അതേസമയം ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ ചർച്ചകൾ പുനരാരംഭിക്കാൻ പോകുന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടുത്തയാഴ്ച വാഷിംഗ്ടണിലേക്ക് തിരിക്കും. വിവരങ്ങളുമായി അഷിത്തുൾ ഷംന ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ഷംന, നിലവിൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഈ H-1B വിസയുടെ ഫീസ് കുത്തനെ കൂട്ടി എന്നുള്ളത്. $1 ലക്ഷം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പിയിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1 കോടിക്ക് അടുത്ത് വരും. 88 ലക്ഷം രൂപയിലധികം ഒക്കെ വരും ഇപ്പോഴത്തെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിന് പിന്നിൽ? പെട്ടെന്ന് ഇത്രയും ഫീസ് കൂട്ടാനുള്ള കാരണം എന്തായിട്ടാണ് പറയുന്നത്? ഈ കുടിയേറ്റം തടയാൻ വേണ്ടിയാണ് എന്നൊരു വിശദീകരണം ട്രംപ് നൽകുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം എന്താണ്? ഒപ്പം തന്നെ ഈ മറ്റ് ചർച്ചകൾ, ഇപ്പോൾ വാണിജ്യ കരാർ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതെങ്ങനെയാണ് ആരംഭിക്കാൻ പോകുന്നത് ഇന്ത്യക്കും US-നും ഇടയിൽ? പ്രജിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ ഫീസിലുള്ള ഇത്തരം കുത്തനെയുള്ള വർധനവ്. കാരണം ഈ നിലവിൽ US അനുവദിച്ചിട്ടുള്ള ഈ H-1B വിസയിൽ 71% ഇന്ത്യക്കാരാണുള്ളത്. ഇനി ഈ ഫീസ് ഇത്തരത്തിൽ കുത്തനെ കൂട്ടുന്നതോടുകൂടി തന്നെ ഈ വിസ ഇടയ്ക്ക് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടിയാണ് ഇന്ത്യക്കാർക്ക് നേരെ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ നേരത്തെയൊക്കെ ഈ 1990കളിലാണ് ഈ H-1B വിസ US നിലവിൽ വരുന്നത്. അത് US പൗരന്മാരെ കൊണ്ട്, അതുപോലെ US സ്ഥിര താമസമുള്ള ആളുകളെ കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയാത്ത വൈദഗ്ധ്യമുള്ള ജോലികൾ അത് ചെയ്യുന്നതിന് വേണ്ടി വിദേശരായ യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ US H-1B വിസ നിലവിൽ വന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമായിരുന്നു ഇന്ത്യക്കാരെ സംബന്ധിച്ചും. ഒപ്പം തന്നെ US-ലുള്ള IT മേഖലയെ സംബന്ധിച്ചും വലിയ ഉയർച്ചയുണ്ടായ ഒരു കാര്യമായിരുന്നു. ഇനി ഇത്തരത്തിൽ ഈ ഫീസ് കുത്തനെ കൂട്ടുന്നതോടുകൂടി ഇന്ത്യക്കും ഒപ്പം തന്നെ US-ന്റെ IT മേഖലയ്ക്കും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിപ്പോൾ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണം, ഈ കുടിയേറ്റ വിസയിൽ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു വിസയാണ് H-1B വിസ. അതുകൊണ്ട് തന്നെ അത് കാരണമാണ് ഈ വിസയുടെ ഫീസ് ഇത്തരത്തിൽ കൂട്ടുന്നത്. ഒപ്പം തന്നെ ഇനി രാജ്യത്തെത്തുന്ന പൗരന്മാർക്ക് കൃത്യമായി തന്നെ US പൗരന്മാരെക്കാൾ അധികം കഴിവുണ്ട് എന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇനി രാജ്യത്തേക്ക് വന്നാൽ മതി എന്ന ഒരു തീരുമാനം കൂടിയാണ് ഈ ഫീസ് വർധനയ്ക്ക് പിന്നിലെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറ്റവും കൂടുതൽ ഈ വിസയെ ആശ്രയിക്കുന്നത് ഇന്ത്യക്കാരാണ്. ഒപ്പം തന്നെ തൊട്ട് പിന്നാലെ ചൈനയുമുണ്ട്. പക്ഷേ ഇനിയുള്ള ഈ വരും മാസങ്ങളിൽ തന്നെ ഉടൻ തന്നെ ഇത് നിലവിൽ വരുമെന്നാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഗ്രീൻ വിസയുമായി ബന്ധപ്പെട്ടൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ചില കടുത്ത തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഇനി മറ്റുള്ള ആളുകൾക്ക്, വിദേശ പൗരന്മാർക്കൊക്കെ ഇത്തരത്തിൽ വിസ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയും ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങളെയും സംബന്ധിച്ച് ഉണ്ടാക്കുന്നത്. എന്തായാലും രാജ്യത്തിന്റെ സുരക്ഷ കണക്കിലെടുത്തും ഒപ്പം രാജ്യത്ത് കൂടുതൽ വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുമാണ്. ഒപ്പം രാജ്യത്ത് നൽകുന്ന മറ്റ് ഈ കുടിയേറ്റ വിസകൾ ഇത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാനാണ് ഈ ഒരു നീക്കമെന്നാണ് ട്രംപും വൈറ്റ് ഹൗസും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രജിൻ, ശരി. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ പോകുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നതാണ്. അത് ആരൊക്കെ തമ്മിലായിരിക്കും ചർച്ചകൾ, അതെപ്പോഴാണ് നടക്കുക എന്നൊക്കെയുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ ഷംന? പ്രജിൻ, അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എങ്കിലും ഉടൻ തന്നെ ചർച്ച ആരംഭിക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഈ ടാരിഫ് അടക്കമുള്ള വിഷയങ്ങളിൽ ഇനി ചർച്ചയുണ്ടാകുമെന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി കൂടുതൽ രാജ്യങ്ങളുമായി, അമേരിക്കയുമായൊക്കെ ഉള്ള ബന്ധം, അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാകും. ഒപ്പം തന്നെ ഒരു കൂടുതൽ നല്ല ബന്ധം ഉണ്ടാക്കാനുള്ള വഴി ഒരുങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ വിസയുടെ കാര്യങ്ങളിലടക്കം, ടാരിഫിന്റെ കാര്യങ്ങളിലടക്കം ഇനി ചർച്ചകൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട് കൂടി ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ശരി, അഷിത്തുൾ ഷംനയാണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.